ഇന്നൊരു ചേഞ്ച് ഉണ്ട്. ഞാൻ ശാരികയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ശാരിക ഹോട്ട് സീറ്റിൽ ഇരുന്നോളും, ഞാൻ അവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ചോദിക്കാം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ധൈര്യമുണ്ടോ? കേട്ടോ, രേണു സുധീനെ ഇന്റർവ്യൂ ചെയ്ത് ആ ചോദ്യങ്ങളുടെ ഒരു ക്വാളിറ്റി അസസ്മെന്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ ശാരികയ്ക്ക് എന്താണ് തോന്നുന്നത്? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അതൊരു വെറൈറ്റി ഷോ ആയിട്ടാണ് എനിക്കത് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി തോന്നിയിരിക്കുന്നത്. ഞാനൊരു പ്രൊഫഷണലാണ്. അതായത് ഞാൻ അവരോട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നിങ്ങളുടെ ഫേസ് ഒന്നിനെ പോലെയാണ് ഇരിക്കുന്നത്. ഇതെല്ലാമാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇതേ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യം എന്നോട്. രേണുസുതി ഭയങ്കര നന്മവരം, രേണുസുതി ഭയങ്കര പോസിറ്റീവ് തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. നിങ്ങൾ അവരോട് ചോദിച്ചില്ലേ, അതായത് രേണുസുതിയുടെ ബന്ധുക്കൾക്കൊക്കെ നല്ല അഭിപ്രായമാണുള്ളത്. ആ ക്വസ്റ്റ്യൻ എന്ത് ക്വാളിറ്റി ഉണ്ടെന്നാണ് ശാരിക പറയുന്നത്? അത് ക്വാളിറ്റിയിൽ എങ്ങനെ ചോദിക്കാമെന്ന് ഡോക്ടറിനോടൊന്ന് പറഞ്ഞു തരൂ, കേക്കട്ടെ. അത് എന്റെ ജോലിയല്ല. 100% ഞാൻ യോജിക്കുന്നു. അധികം ഒച്ച എടുക്കാതെ ഞാൻ പറയണത്. നിങ്ങളിപ്പോ രാഷ്ട്രീയത്തോടെയാണ് സംസാരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോഴാണ് ശരിക്കും അതൊന്ന് ഇറങ്ങി പോകേണ്ടത്. എന്തൊരു അഹകാരി. ചിരിക്കുക എന്നർത്ഥം നമ്മൾ വെറും പുല്ലുകള്. അതായത് നീ എന്താണേലും എന്ന് പറഞ്ഞു ഞാൻ ചിരിക്കും. മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ടു ഹാർഡ്. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഐ ആം ടോട്ടലി ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളതിനു മുമ്പ് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. നിങ്ങളതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് നിങ്ങൾ എന്നെ വന്നിരുന്ന ഹരാസ് ചെയ്യുന്നു. ഹു ഗേവ് യു ദാറ്റ് റൈറ്റ്? നീ ആരാണ് എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. എനിക്ക് ശാരികയോട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരിക എന്ത് പറഞ്ഞാലും അത് പറയുന്ന രീതിയിലല്ല എടുക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക.